സ്നേഹപുറം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണിൻ രാധികയും കൂടി അവിടെ നിന്നും പടിയിറങ്ങാൻ തുടങ്ങുമായിരിക്കും. പെട്ടെന്ന് രാധിക നിന്ന് അകത്തേക്ക് ഓടിക്കേറുവാണ്ടോ. ഇത് കണ്ടിട്ട് കൽപ്പനയും ഉർവശിക്ക് അന്തം വിട്ട് നിൽക്കുക. കൽപ്പന ചോദിക്കണേ, അല്ല ചെറിയമ്മേ, അവൾ എന്തിനകത്തേക്ക് കയറി നോക്കിയത്? വാ, നമുക്ക് നിന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞ് അവരകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും രാധിക കൃഷ്ണൻ്റെ രാധയുടെ ഒരു ചെറിയ വിഗ്രഹം ഉണ്ടല്ലോ, അതുമായിട്ട് പുറത്തേക്ക് വരുവാണ്. എന്നിട്ട് അത് ചേർത്ത് പിടിച്ചിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയണേ, ഇവിടെ നിന്നും അറിയിക്കാത്തൊരു സാധനം പോലും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഒരു വിലയില്ലാന്ന് തോന്നുന്ന ഒരു സാധനം മാത്രമേ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നുള്ളൂ. ഈ ഭഗവാന്റെ ഒരു വിഗ്രഹം. അതിൻ്റെ മരണം വരെ ഞാൻ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കും. മുത്തശ്ശി, അമ്മേ, അച്ഛ, ഞങ്ങളെന്ന് ഇറങ്ങുക. വാ വരുൺ, നമുക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് ആ ഒരു വിഗ്രഹം നെഞ്ചോട് ചേർത്ത് വരുൺ അങ്ങനെ രാധികയുടെ കൈ പിടിച്ച് അവിടെ നിന്നും പടിയിറങ്ങുവാണ്. ആ കാഴ്ച തൊട്ട് ചങ്ക പൊട്ടുന്ന വേദനയോടെ പൊട്ടിക്കരഞ്ഞ് നിൽക്കുവാണ് കേട്ടോ മുത്തശ്ശിയും പരമേശ്വരനും പത്മിനിയുമൊക്കെ. ഇതേസമയം ഈ കാഴ്ച കണ്ട് വിജയ് ഭാവത്തിൽ അവിടെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട് ചന്ദ്രശേഖരനും കൽപ്പനയും ഉർവശിയുമൊക്കെ. പിന്നീട് കാണിക്കുന്നത് ആരതി വർമ്മയുടെ കൂടെയുള്ള 2 അസിസ്റ്റൻറ്റുമായിട്ട് ഷ്യാമയുടെ കേസിനെ കുറിച്ചൊക്കെ സംസാരിക്കുക. മാഡം, പോലീസുകാരൊക്കെ അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ചുള്ള മട്ടില്ല. അന്നേരം ആരതി പറയണേ, ശരിയാ, അവർ എത്രയോ മിസ്സിംഗ് കേസ് ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു മിസ്സിംഗ് കേസായിട്ട് മാത്രമേ അവരിതിനെ കണ്ടിട്ടുള്ളൂ. ACPയോട് ഞാൻ സംസാരിച്ചതാ, പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. അതിലൊന്നും ഇനിയൊരു പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ അന്വേഷിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ എനിക്കത് ചെറിയമേ കണ്ടെത്തിയേ പറ്റൂ. നമ്മളിതുപോലെ പല കേസിലും സ്വന്തമായിട്ട് അന്വേഷണങ്ങൾ നടത്തുകയും അതെല്ലാം വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതും അതുപോലൊരു ലക്ഷ്യം കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട മറ്റ് കേസുകൾ പോലെയല്ല. ഇത് കുറച്ചുകൂടി എനിക്ക് പേഴ്സണലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കുഞ്ഞുനാളിൽ അച്ഛൻ എൻ്റെ അരികിലില്ലാതെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും. അന്നെല്ലാം എനിക്കും എൻ്റെ അമ്മക്കും താങ്ങായതും തണലായതും ഒക്കെ ഗായിക ശ്യാമമ്മയോടാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് നിങ്ങളൊക്കെ ഈ കാണുന്ന നിലയിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കാരണം എൻ്റെ ചെറിയമ്മ തന്നെയാണ്. അങ്ങനെയുള്ള ചെറിയമ്മയാണ് ഇപ്പോൾ മിസ്സായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ചെറിയമ്മയെ കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിനാദ്യം ബെഞ്ചമിനെ കുറിച്ചുള്ള അന്വേഷണം തുടങ്ങണം. ബെഞ്ചമിൻ ഇപ്പോൾ എവിടെയാണ്? അവൻ്റെ കൂടെയുള്ളതാരാ? അവനെ മുന്നിൽ നിർത്തി കണിമംഗലം തകർക്കാൻ ശ്രമിച്ചതാരാണ്? ഇതിനെല്ലാത്തിനും നമുക്ക് ഉത്തരം കിട്ടണം. അങ്ങനെ നമ്മുടെ അന്വേഷണത്തിൻ്റെ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് എനിക്കെൻ്റെ ചെറിയമ്മയെ ജീവനോടുകൂടി തന്നെ കണ്ടെത്താൻ പറ്റും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അന്നേരം അവർ പറയണേ, സത്യം പറയാലോ, മാഡത്തിന് ഇത്രയും കോൺഫിഡൻസ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് നോക്കാം മാഡം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ശ്യാമ മാഡത്തെ കണ്ടെത്താൻ പറ്റും. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അധികം പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് കടലിൽ കിടന്ന് കരയുന്ന മുത്തശ്ശീനെയാണ് കേട്ടോ. ഈ സമയം കൽപ്പനയും ഉർവശിയും കൂടി അങ്ങോട്ടേക്ക് എത്തുക. അമ്മ എന്തിനാ ഇങ്ങനെ കരഞ്ഞ് തളർന്ന് കിടക്കുന്നത്? ഒരു കണക്കിന് പറഞ്ഞാൽ ഇന്ന് കടിമംഗലത്ത് മുഴുവൻ ഒരു വലിയ നാണക്കേടിൽ നിന്ന് ചന്ദ്രേട്ടൻ രക്ഷിച്ച ദിവസമല്ലേ? എല്ലാവരും കൂടി ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ആ ജപ്തി നടകളിൽ നിർത്തി ബാങ്കിന് കൊടുക്കേണ്ട പണവും കൊടുത്ത് എല്ലാവരും തിരിച്ച് കടിമംഗലത്തേക്ക് കയറ്റിയത് എൻ്റെ ചന്ദ്രേട്ടനല്ലേ? പ്രശ്നങ്ങളെല്ലാം മാറിയത് സ്ഥിതിക്ക് അമ്മയ്ക്ക് സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്? അന്നേരം മുത്തശ്വരനെ, എൻ്റെ വരുണിൻ്റെ അധികം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, പിന്നെ എനിക്കെങ്ങനെ സന്തോഷം കിട്ടാനോ? ഓ, അവർ പോയതിനാണ് മുത്തശ്ശി ഇങ്ങനെ കരയുന്നത്. അവരിവിടെ ഉണ്ടായിട്ടും വലിയ ഗുണമൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ചിന്തിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അവരെ ഇവിടെ കാണുന്നത് ഇഷ്ടമല്ലല്ലോ. അമ്മ ഞങ്ങളോട് പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും മനസ്സിൽ വെച്ച് ഞങ്ങൾ പെരുമാറില്ല കേട്ടോ. അതെ മുത്തശ്ശി ഞങ്ങളെ കുറേ ഉപദ്രവിക്കുകയും അടിക്കുകയും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും അടി വാങ്ങി തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞങ്ങളുടെ മനസ്സിലില്ല. അതേപോലെയൊക്കെ ഞങ്ങൾ മുത്തശ്ശിയോട് കാണിക്കുകയൊന്നുമില്ല കേട്ടോ. ചെറിയമ്മേ, അക്കാര്യം ഒന്ന് ഓർത്തേക്കണേ. പിന്നല്ലാതെ അമ്മക്കും ഏട്ടനും ഏട്ടത്തിക്കുമൊക്കെ പഴയതുപോലെ തന്നെ ഇവിടെ ജീവിക്കാം. പിന്നെ മുമ്പത്തേതിൽ നിന്നും ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്നത് ഏട്ടത്തിയായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് ഞാനായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇതേ ചന്ദ്രേട്ടൻ്റെ ആഗ്രഹമാണ്. ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ ഭാര്യ സാധിച്ചു കൊടുക്കണ്ടേ? അങ്ങനെയല്ലേ അമ്മ എപ്പോഴും പറയാറ്? ശരിയാ, മുത്തശ്ശി എപ്പോഴും എന്നെ ആ കാര്യം പറഞ്ഞ് ഉപദേശിക്കാറ്. എന്നാൽ പിന്നെ അമ്മ റെസ്റ്റ് എടുക്കട്ടെ അല്ലേ കൽപ്പനെ? ഞങ്ങളെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഒന്ന് വന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് വന്നതേ ഉള്ളൂ. ഇപ്പം ഞാനാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ടത്. എന്നാൽ ശരി, അമ്മ കിടന്നോ. വാ കൽപ്പനെ, നമുക്കങ്ങ് പോയേക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ സങ്കടപ്പെട്ട് ദൈവത്തോട് പറയണേ, ഭഗവാനെ, ഇത്ര നാൾ ഞാൻ എൻ്റെ ആയുസ് നീട്ടി തരണേന്ന് പ്രാർത്ഥിച്ചു. അതെൻ്റെ വരുണിൻ്റെ രാധികയുടെ ഒപ്പം ജീവിക്കാനുള്ള കൊതിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾ ഈ വീട്ടിൻ്റെ പടിയിറങ്ങിപ്പോയില്ലേ? ഇനി എനിക്ക് എന്തിനാ ഈ ആയുസ്? എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും വിളിച്ചോ നീ നിൻ്റെ അരികിലേക്ക്. എനിക്കിനി ജീവിക്കണ്ട. ഇവരുടെയൊക്കെ ഒപ്പം ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ മക്കളെ കാണാതെ എനിക്ക് മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. എന്നെ നീ നിൻ്റെ അരികിലേക്ക് വിളിച്ചോ എന്നും പറഞ്ഞാൽ സങ്കടപ്പെട്ട് കരയുവാണ് കേട്ടോ മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അധികം ഒരു റോഡിൻ്റെ അരികിൽ പുല്ലിൻ്റെ അവിടെ
ഇരിക്കുന്നുണ്ട് താഴെ നിലത്തായിട്ട്. ഈ സമയം വരുൺ പറയണേ, സത്യം പറയാലോ, പ്രേമിച്ച് നടക്കുമ്പോൾ പലരും താൻ സ്നേഹിക്കുന്ന പെണ്ണിനോട് തെരുവിലേക്ക് ഇറങ്ങുന്നത് വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, ആ യാത്രയിലും നിന്നെ ചേർത്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ വാക്കുകൾ കൊടുക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അറം പറ്റിയതുപോലെ ആയില്ലേ? എന്താ വരുൺ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ ഈ അവസ്ഥയിലായി, അതിന് കാരണം നമ്മളെ ചിലർ മനഃപൂർവ്വം ചതിച്ചതുകൊണ്ടല്ലേ, ചതിപ്പെട്ടല്ലേ നമ്മൾ ഈ അവസ്ഥയിലായത്. അതിന് നമ്മൾ തരണം ചെയ്ത് മുമ്പോട്ട് വരികയല്ലേ വേണ്ടത്. ഞാൻ വരണിൽ നിന്നും പ്രതീക്ഷിച്ചത് എന്താണെന്നറിയോ? വരൺ എൻ്റെ കൈയും പിടിച്ച് നമുക്കിതിനെല്ലാം അതിജീവിക്കാമെന്ന് പറഞ്ഞ് നെഞ്ചു പിടിച്ച് മുമ്പോട്ട് പോകുന്നതാണ്. എന്നാലിപ്പോൾ വരൺ ഇങ്ങനെ തളർന്നിരുന്നാലോ? എടോ, വീട് വിട്ട് ഇറങ്ങാൻ നേരം അച്ഛൻ്റെ അമ്മയുടെ മുത്തശ്ശിയുടെയൊക്കെ മുഖം കണ്ടില്ലേ? തിരിച്ചു വരുമെന്നും പറഞ്ഞ് അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. പക്ഷെ എങ്ങനെ? ഇനി നമ്മളെങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്? സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ അവിടെ ആ ചന്ദ്രശേഖരൻ്റെ മുമ്പിൽ അവരൊക്കെ അച്ഛനോടും അമ്മയോടും ഒക്കെ എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത്? അവരെല്ലാവരും അവരുടെ അടിമകളെ പൊടിയായിരിക്കും ജീവിക്കേണ്ടി വരിക. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം കൂടുതൽ കൂടുന്നത്. ആ ബെഞ്ചമിനെ ഞാൻ അമിതമായിട്ട് വിശ്വസിച്ചു. അവനിലൂടെയല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. അവൻ്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യത്തിന് ഇനി ഒരു സംശയം വേണ്ടല്ല. ആ ചെറിയച്ഛൻ്റെ പ്രകടനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ എല്ലാത്തിനും പിന്നിൽ അങ്ങേരുടെ ബുദ്ധി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ തോറ്റുപോയി രാധികെ. അയാളുടെ ലക്ഷ്യം ഞാനായിരുന്നു. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാം അവസാനിപ്പിച്ച് അയാളുടെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുത്താനേ. എൻ്റെ അമ്മയും അച്ഛനും ഏട്ടനും മുത്തശ്ശിയെങ്കിലും എനിക്ക് അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചെടുക്കണമായിരുന്നു. അന്നേരം രാധികയാണെങ്കിൽ വരണൊന്ന് ചീറയാൻ ശ്രമിക്കുവാണ്. വരണൊന്ന് സമാധാനത്തോടെ ഇരിക്കും. അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അവർക്ക് വേണ്ടി നമ്മൾ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനും തയ്യാറാണല്ലോ. നമ്മളെല്ലാം തിരിച്ചു പിടിക്കും വരുൺ. എന്നിട്ട് അവർക്ക് കൊടുത്ത വാക്കനുസരിച്ച് നമ്മളവിടെ തിരികെ എത്തിക്കും. അവിടെ നിന്ന് അവരെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. മരണം വരെ വരുണിൻ്റെ ഒപ്പം ഞാനുണ്ടാകും കൂടെ. എന്നാൽ പിന്നെ നമുക്ക് പതിയെ ഇവിടെ നിന്ന് നടന്നാലോ? അങ്ങനെ പറഞ്ഞ് വരുണിൻ്റെ അധികം വീണ്ടും മുമ്പോട്ട് നടക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനും പത്മിനിയും കൂടി റൂമിൽ സങ്കടപ്പെട്ട് ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ചന്ദ്രശേഖരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഏട്ടാ, ഞാൻ വന്ന് വീണ്ടും ഓരോ ഉപാധികൾ പറയാനാണെന്ന് ഏട്ടൻ വിചാരിക്കണ്ട. അവിടെ സാറാ മാഡം ഇറങ്ങാൻ നിൽക്കുക. ഏട്ടനും ഏട്ടത്തി അങ്ങോട്ട് വരണം. ഞങ്ങൾ ഇപ്പം അങ്ങോട്ടില്ല. അവരിറങ്ങുവാണെങ്കിൽ ഇറങ്ങിക്കോട്ടെ. എന്തായിട്ടാ ഇത്? നമ്മൾ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയ ആളല്ലേ അത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ അതിൻ്റേതായ ഒരു നന്ദിയെങ്കിലും കാണിക്കണ്ടേ? ഏട്ടനും ഏട്ടത്തിയും അങ്ങോട്ട് വരണം. എന്നെ വെറുതെ അവരുടെ മുമ്പിൽ അപമാനിക്കരുത്. അങ്ങനെ പറഞ്ഞ ചന്ദ്രശേഖരൻ അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ പരമേശ്വരനും പത്മിനിയും കൂടെ പോകുന്നുണ്ട്. ഈ സമയം സാറ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമായിരിക്കും. അങ്ങനെ ഉർവശിയോടും കൽപ്പനയോടും സംസാരിക്കുന്നുണ്ട്. സത്യം പറയാലോ, ഇങ്ങനെ ഒരു സുഹൃത്ത് ചന്ദ്രേട്ടനുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഉർവശിക്കറിയാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും എനിക്ക് നിങ്ങളെ രണ്ടുപേരും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. രണ്ടുപേരും നല്ല കൂട്ടാണല്ലേ? അന്നേരം കൽപ്പന പറയണേ, പിന്നല്ലാതെ ചെറിയമ്മയെ പല സന്ദർഭങ്ങളിലും ഞാനല്ലേ സഹായിച്ചത്. അന്നേരം ഉർവശി പറയുന്നുണ്ട്, എന്താണെങ്കിലും സാറാ മാഡം വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇവൾക്ക് ഇവളുടെ ഭർത്താവിൻ്റെ കൈയും പിടിച്ച് ഈ പടിയിറങ്ങേണ്ടി വന്നാനും. അങ്ങനെ ചന്ദ്രശേഖരൻ അങ്ങോട്ടെത്തുക. ചന്ദ്രശേഖർ, ഞാനെന്നാ ഇറങ്ങുവാണ്. എനിക്കൊരു ക്ലൈൻറ്റ് മീറ്റിംഗ് ഉണ്ട്. പിന്നെ മറ്റു ചില തിരക്കുകളും കൂടിയുണ്ട്. ഈ സമയത്തായിരിക്കോട്ടോ പരമേശ്വരനും പത്മിനി അവിടെ എത്തുന്നത്. ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ചന്ദ്രശേഖരൻ എന്നോട് ചന്ദ്രശേഖരൻ്റെ കുടുംബത്തെക്കുറിച്ചും വീടിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം ചന്ദ്രശേഖരൻ പറഞ്ഞു. അതുകൊണ്ടാണ് സഹായത്തിന് ഞാൻ ഓടിയെത്തിയത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഈ കുടുംബത്തിലെ ചില കാര്യങ്ങളൊക്കെ ചന്ദ്രശേഖരൻ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരൻ ഇഷ്ടമല്ലാത്ത ആരും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. പിന്നെ ചന്ദ്രശേഖരൻ പറയുന്ന പോലെ ആയിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം. അന്നേരം അത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന സൂര്യ പൊട്ടിത്തെറിക്കണേ. അച്ഛനോടും അമ്മയോടും ഒക്കെ കൽപ്പിക്കാൻ ആരായി വരും? നമ്മുടെ കുടുംബത്തിൽ വന്ന് കൽപ്പിക്കാൻ ഇവർക്ക് എന്ത് അധികാരമുള്ളത്? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, സൂര്യ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഇവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? ഞാനേ ബാങ്കിലെ ജപ്തി തൽക്കാലത്തേക്ക് നീട്ടിവെക്കാനായിട്ട് എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്നറിയാൻ ബാങ്കിലെ സോണൽ ഓഫീസറിൽ പോയി കാണാൻ പോയതായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ജപ്തി ഒഴിവാക്കാൻ ചെറിയച്ഛനൊരു പുതിയ അവതാരത്തെ കൊണ്ടുവന്നതും വരുണിനെയും രാധികയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടതും ഞാൻ അറിഞ്ഞു. ഇയാൾ പറഞ്ഞ വാക്ക് കേട്ട് അച്ഛനും അമ്മയ്ക്കും എങ്ങനെയാണ് വരുണിനെയും രാധിക ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് സമ്മതം കൊടുക്കാൻ തോന്നിയത്? സൂര്യ, നീ സൂക്ഷിച്ച് സംസാരിക്കണം. ഇത്തരം വലിയൊരു സാഹചര്യത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത് ഈ നിൽക്കുന്ന സാറാമേടോ. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. നിങ്ങളൊരു ക്രിമിനലാണ്. ഞങ്ങൾ തകർക്കാനും കണിമംഗലം നശിപ്പിച്ച് അത് നിങ്ങളുടെ സ്വന്തമാക്കാനും നിങ്ങൾ പല അടവും ചെയ്യും. അതെനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ നിങ്ങൾ കൊണ്ടുവന്നല്ലോ ഈ സ്ത്രീയും, ഇവരും നിങ്ങളെപ്പോലെ ക്രിമിനൽ തന്നെയായിരിക്കും. നിങ്ങളെയും നിങ്ങളുടെ മകൻ ഗൗതത്തിൻ്റെ തനി സ്വഭാവം എന്താണെന്ന് ഞാൻ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നീ എന്തൊക്കെയാണ് പറയുന്നത് എന്നും പറഞ്ഞ് ചന്ദ്രശേഖരൻ സൂര്യ തല്ലാൻ കയ്യോങ്ങുക. എന്നാലേ സൂര്യ കൈതടയുക. അതെ, നിങ്ങളുടെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. നിങ്ങളുടെ തല്ലും കൊണ്ട് ഞാൻ ചുമ്മാ നിൽക്കാനും പോകുന്നില്ല. ഏട്ടാ, എന്താ ഇതൊക്കെ? ഇവനെ അടക്കി നിർത്താൻ ഏട്ടനെ കൊണ്ടാവില്ലേ?
അന്നേരം പരമേശ്വരൻ പറയണേ, സൂര്യ നീ ഒന്നും മിണ്ടാതിരിക്കുക, നീ അകത്ത് പോവും. ആ ഞാൻ അകത്തേക്ക് പൊക്കോളാം, പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ഞങ്ങളോട് ചെയ്തതെന്നും ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുന്നിലെ മാസ്റ്റർ പ്ലാൻ നിങ്ങളാണെന്നും ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. പക്ഷേ കണിമംഗലത്തെ പരമേശ്വരന് 2 ആൺമക്കളാണ് ഉള്ളത്, അധ്വാനിക്കാൻ അറിയാവുന്ന 2 ആൺമക്കളും. ഞങ്ങൾ അധ്വാനിക്കും, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞ് ചന്ദ്രശേഖരൻ്റെ വായടുപ്പിച്ച് സൂര്യ ഓരോന്നൊക്കെ വിളിച്ച് പറയുവാണ് കേട്ടോ. അതെല്ലാം കേട്ട് കയ്യിൽ തുള്ളി നിൽക്കുവാണ് ചന്ദ്രശേഖരനും സാറേമൊക്കെ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശിയും ആറ്റുശ്ശേരി വന്ന് ദേവനോട് യശോദയോടും പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നതിനെ കുറിച്ച് പറയണേ. എന്താണെങ്കിലും നല്ല സൗകര്യങ്ങളുള്ള അത്രയും നല്ല സ്ഥലമുള്ളപ്പോൾ ഞങ്ങൾ എന്തിനാ ഇടുങ്ങിയ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇനിയും ഈ നശിച്ച വീട്ടിൽ കിടന്ന് നരയിക്കേണ്ട കാര്യം ഞങ്ങൾക്കിപ്പോൾ ഇല്ല. അന്നേരം യശോദ ചോദിക്കണേ, എന്ന് മുതലാമേ അമ്മയ്ക്ക് ഈ വീട് നശിച്ച വീടായത്? പിന്നീട് വരുണൻ്റെ അധികം റോഡിലൂടെ നടക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം അവരുടെ മുമ്പിലേക്ക് ഒരു ജീപ്പ് വന്ന് നിൽക്കുവാണ്. ജീപ്പിൽ മറ്റാരുമല്ല കേട്ടോ, ഗൗതമാണുള്ളത്. അങ്ങനെ രാധികേനെയും വരുണിനെയും ഈ അവസ്ഥയിൽ കളിയാക്കാനും അവരെ അപമാനിക്കുവാനായിട്ട് തന്നെ ഗൗതം അവരുടെ മുമ്പിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്